ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS, ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. ഇത് ഓട്ടോകാഡിൻ്റെ 3rd ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ്. ഡെമോൺസ്ട്രേഷൻ ഫസ്റ്റ്, സെക്കൻഡ് വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രോയിങ് ടൂൾ ബാറിലെ ഡിഫറെൻറ്റ് കമാൻഡുകളെ കുറിച്ചാണ്. ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ, പോളിലൈൻ, പോളിഗൺ, റെക്റ്റാങ്കിൾ, ആർക്ക്, സർക്കിൾ, റിവിഷൻ ക്ലൗഡ്. നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷനായി വരുന്ന കമാൻഡുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡ്രോ ടൂൾ ബാറിലെ അടുത്ത കമാൻഡാണ് സ്പ്ലൈ ലൈൻ. സ്പ്ലൈ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമ്പർ ഓഫ് പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ഒരു സ്മൂത്ത് കർവ് ക്രിയേറ്റ് ചെയ്യാം. സോ സ്പ്ലൈ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡിഫറെൻറ്റ് പോയിന്റുകൾ, സ്പെസിഫൈ ദ ഫസ്റ്റ് പോയിന്റ് എന്നാണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് പോയിന്റ് പിക്ക് ചെയ്ത് കൊടുക്കുക. ആ 2 പോയിന്റിലൂടെയും കടന്നു പോകുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സാധാരണ ഡ്രോയിങ്ങുകളിൽ അധികം യൂസ് ചെയ്യാത്തതാണ്. കമാൻഡ് എൻഡ് ചെയ്യിക്കാൻ വേണ്ടി എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി. സോ സ്മൂത്ത് കർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്ലൈ ലൈൻ യൂസ് ചെയ്യുന്നത്. സ്പ്ലൈ ലൈൻ യൂസ് ചെയ്യുന്ന സമയത്ത് F8 ഓർത്തോ മോഡ് ഓഫ് ആണെങ്കിൽ നമുക്ക് പോയിന്റർ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്ത് സ്മൂത്ത് കർവ് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഓർത്തോ മോഡ് ഓൺ ആണെങ്കിൽ നമുക്ക് കഴ്സറിനെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലായി മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ഈ രീതിയിലായിരിക്കും നമുക്ക് ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, സ്മൂത്ത് ആയിട്ടുള്ള കർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് കമാൻഡാണ് എലിപ്സ്. എലിപ്സിന് 2 ആക്സിസുകൾ ഉണ്ടെന്ന് നമുക്കറിയാം, മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. സോ എലിപ്സ് പിക്ക് ചെയ്ത് ആ ആക്സിസിൻ്റെ ഒരു എൻഡ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. ആ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ ആ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക, ദെൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. സോ ആ ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെങ്കിൽ ആ ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യുക. സോ നെക്സ്റ്റ് പോയിന്റ് ഓട്ടോമാറ്റിക് പിക്ക് ആകും. ദെൻ ഓപ്പോസിറ്റുള്ള ആക്സിസിൻ്റെ റേഡിയസ് അറിയാമെങ്കിൽ ആ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 200 എൻ്റർ ചെയ്ത്. സോ 2 ആക്സിസ് ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എലിപ്സ് ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ തന്നെ എലിപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഡ്രോ ടൂൾ ബാറിലെ എലിപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ടൂൾ ബാറിലെ ഡ്രോ പിക്ക് ചെയ്ത എലിപ്സ് 3 തരത്തിൽ വരക്കാം. സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വരക്കാം, അതുപോലെ ആക്സിസിന്റെ എൻഡ് പോയിന്റ് കൊടുക്കാം, പിന്നെ എലിപ്സിൽ തന്നെ എലിപ്സിന്റെ ആർക്ക്, എലിപ്റ്റിക്കൽ ആർക്ക് വരക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ സെന്റർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ പോയിന്റ്, എലിപ്സിന്റെ സെന്റർ പോയിന്റ് പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മേജർ ആക്സിസിന്റെ റേഡിയസ് അല്ലെങ്കിൽ മൈനർ ആക്സിസിന്റെ റേഡിയസ് അറിയാമെങ്കിൽ ആ റേഡിയസ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ആക്സിസ് ഏതാണോ ആ ആക്സിസിന്റെ റേഡിയസ് ടൈപ്പ് ചെയ്യുക. സോ 100 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. സോ ഇതിന് സെൻറ്റർ പോയിന്റും മേജർ ആക്സിസിൻ്റെ റേഡിയസും മൈനർ ആക്സിസിൻ്റെ റേഡിയസും അവൈലബിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ഡ്രോ ടൂൾ ബാറിൽ എലിപ്സ് എടുക്കുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷനാണ് ആക്സിസ് ആൻഡ് എൻഡ്. അത് നമ്മൾ നേരത്തെ പിക്ക് ചെയ്തതാണ്. ഫസ്റ്റ് എൻഡ് പോയിന്റ് പിക്ക് ചെയ്യുക, ആക്സിസിൻ്റെ ഡയമീറ്റർ, ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് കൊടുക്കുക, അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സിസിൻ്റെ റേഡിയസ് കൊടുക്കുക. ഈ രീതി. മൂന്നാമത് എലിപ്റ്റിക്കൽ ആർക്കാണ്. എലിപ്റ്റിക്കൽ ആർക്ക് ഐതർ നമുക്ക് ടോൾ ബാറിലെ എലിപ്സ് എടുത്ത് ആർക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് എലിപ്റ്റിക്കൽ ആർക്ക്. സോ എലിപ്റ്റിക്കൽ ആർക്കിലും എൻഡ് പോയിന്റ് ഫസ്റ്റ് പിക്ക് ചെയ്യുക, പിന്നെ ഓപ്പോസിറ്റ് ആ എലിപ്സിന്റെ മേജർ ആക്സിസ് അല്ലെങ്കിൽ മൈനർ ആക്സിസിന്റെ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. ദെൻ ഓപ്പോസിറ്റുള്ള ആക്സിസിന്റെ റേഡിയസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് പോയിന്റ് മുതൽ ഏത് പോയിന്റ് വരെ നമുക്ക് ആർക്ക് വേണമോ ആ ഡിസ്റ്റൻസ്, ആർക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ പിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ഒരു 200 കൊടുത്ത് എൻ്റർ ചെയ്യാം. സോ ഈ രീതിയിൽ നമുക്ക് എലിപ്റ്റിക്കൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. സോ എലിപ്റ്റിക്കൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എലിപ്സിന്റെ മേജർ ആൻഡ് മൈനർ ആക്സിസ് അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ എലിപ്റ്റിക്കൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. നെക്സ്റ്റ് വരുന്ന കമാൻഡാണ് ഇൻസേർട്ട് ബ്ലോക്ക് ആൻഡ് മേക്ക് ബ്ലോക്ക്. ഇൻസേർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലോക്കിനെ കറണ്ട് ഡ്രോയിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്.
ഇൻസേർട്ട് ബ്ലോക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മേക്ക് ബ്ലോക്ക് അറിയണം. അതായത് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിനെ വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു പോർഷൻ, ഒരു വീട് വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ എലിവേഷൻ വരയ്ക്കുന്ന സമയത്ത് ഒരേ ടൈപ്പുള്ള ഡോറുകൾ നമ്മൾ ഡിഫറെൻറ്റ് പൊസിഷനിൽ വെക്കുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ വരച്ച് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഡോറ് വരച്ച് അതിനെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യാം. അതായത് തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഇൻസേർട്ട് ചെയ്യാം. സോ ആദ്യം ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഡ്രോയിങ്ങിന് ഒരു ഡോർ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഡോറ് നമുക്ക് മേക്ക് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് സെലക്ട് ചെയ്യുക. ഐദർ മേക്ക് ബ്ലോക്ക് പിക്ക് ചെയ്യുക. മേക്ക് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഓപ്ഷനിൽ നമ്മൾ ഏതെങ്കിലും നെയിമിൽ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോർ 1 എന്നുള്ളതിൽ ഞാനിപ്പോൾ സേവ് ചെയ്യുകയാണ്. ഡോർ 1 സേവ് ചെയ്ത് നമുക്ക് ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. സോ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. വീണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതേ ബ്ലോക്ക് തന്നെ വരും. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്പെസിഫൈ ദ ഇൻസേർഷൻ പോയിന്റ്. ഇത് രണ്ടാമതും എടുക്കുന്ന സമയത്ത് ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇത് വരണം, അതായത് ഏത് പോയിന്റ് പിക്ക് ചെയ്ത് ഇത് വരണം എന്ന് നമുക്കുണ്ടെങ്കിൽ അപ്പോൾ ഇൻസേർഷൻ പോയിന്റും കൂടി കൊടുക്കുക. ഇൻസേർഷൻ പോയിന്റ് കൊടുത്ത് ആ കംപ്ലീറ്റ് ബ്ലോക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. സോ സിംഗിൾ ആയിട്ട് ഇതൊരു ബ്ലോക്ക് ആയി മാറിയിട്ടുണ്ട്. ഇനി ആ ബ്ലോക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കുക. അതിൽ ഇൻസേർട്ട് ബ്ലോക്കിൽ പോവുക. ഇൻസേർട്ടിൽ ബ്ലോക്കിൽ പോകുമ്പോൾ ഇപ്പോൾ നമ്പർ ഓഫ് ഒന്നുമില്ല, നമ്മൾ ആകെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഡോർ 1 മാത്രമാണ്. സോ ഇവിടെ നെയിം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ ബ്ലോക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് വന്ന് കേട്ടോ. വീണ്ടും നമുക്ക് നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ആ ഡോർ തന്നെ കംപ്ലീറ്റ് ആ ബേസ് പോയിന്റ് പിക്ക് ചെയ്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ ഇൻസേർട്ട് ചെയ്ത് എൻ്റർ ചെയ്യാം. ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. ഏത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഏത് വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ആ ബ്ലോക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ആദ്യമേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്കിനെ വീണ്ടും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഡ്രോ ടൂൾ ബാറിലെ നെക്സ്റ്റ് കമാൻഡ് ആണ് പോയിന്റ്. പോയിന്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മൾട്ടിപ്പിൾ പോയിന്റ് പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സ്പെസിഫൈ എ പോയിന്റ്, ഒരു പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് സ്ക്രീനിൽ ജസ്റ്റ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പോയിന്റുകൾ കിട്ടും. ഇവിടെ നമ്മൾ പോയിന്റുകൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ വിസിബിൾ അല്ല. സോ പോയിന്റിന്റെ സ്റ്റൈൽ മാറ്റിയാൽ മാത്രമേ നമ്മൾ പിക്ക് ചെയ്ത പോയിന്റിനെ പെർട്ടിക്കുലറായി കാണാൻ വേണ്ടി പറ്റൂ. സോ പോയിന്റിന്റെ സ്റ്റൈൽ മാറ്റുന്നതിന് ഫോർമാറ്റിൽ പോയിന്റ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ അവൈലബിൾ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈല് പിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. സോ നമ്മൾ സ്ക്രീനിൽ ഇത്രയും പോയിന്റുകൾ പിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഫോർമാറ്റിൽ പോയിന്റ് സ്റ്റൈൽ എടുക്കുക. പോയിന്റ് സ്റ്റൈലിൽ ഡിഫറെൻറ്റ് പോയിന്റിന്റെ സ്റ്റൈൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ ഇങ്ങനെയാണ് പോയിന്റ് എന്നുള്ള കമാൻഡ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ആണ് ഹാച്ച് എന്ന് പറയുന്നത്. ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉള്ള എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗറിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പാറ്റേണുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹാച്ച് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഹാച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് പിക്ക് ഇന്റേണൽ പോയിന്റ് എന്നാണ്. സോ ഇന്റേണൽ പോയിന്റ് പിക്ക് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാച്ചിൻ ഒരു സോളിഡ് ആയിട്ടുള്ള ഹാച്ച് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ സോളിഡ് ആയിട്ടുള്ള ഫിഗർ കാണുന്നത്. സോ ഇവിടെ സോളിഡ് ഹാച്ച് ആണുള്ളത്. ഈ സോളിഡ് ഹാച്ച് നമുക്ക് ഒഴിവാക്കി മറ്റൊരു ഹാച്ച് പാറ്റേൺ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഓൾറെഡി സെലക്ട് ചെയ്ത് ഓൾറെഡി കൊടുത്തിരിക്കുന്ന പാറ്റേണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് സൈഡിൽ ഒരു ടേബിൾ, ഒരു ഹാറ്റ്സിൻ്റെ തന്നെ ഒരു ഓപ്ഷൻ വരും. സോ ഇതിൽ കളർ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ലെയറിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന പാറ്റേണിന് ഡിഫറെൻറ്റ് നെയിം ഉണ്ടാകും. ചിലപ്പോൾ ISO സ്റ്റാൻഡേർഡുള്ള പാറ്റേണുകളായിരിക്കും. ആ പാറ്റേണിൻ്റെ ടൈപ്പാണ് ഇവിടെ. പാറ്റേൺ നെയിം, അനോട്ടേറ്റീവ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സ്കെയിൽ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് പാറ്റേൺ നെയിം ഇവിടെ സോളിഡ് ആണ്. ഇവിടെ സോളിഡ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്പർ ഓഫ് പാറ്റേണുകൾ ഉണ്ട് ഇവിടെ.
സോ ANSI സ്റ്റാൻഡേർഡുള്ള ISO സ്റ്റാൻഡേർഡുള്ള അതുപോലെ അതർ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് പാറ്റേണുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബ്രിക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്ന ഹാച്ച് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല, സോളിഡ് മാറിയിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. സ്കെയിൽ വളരെ ചെറുതായിരിക്കും, അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കാം കാണാത്തത്. സോ നമുക്ക് ഈ സ്കെയിൽ ഫാക്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു 200 എന്നൊക്കെ ഒരു കുറച്ച് വലുതാക്കി കൊടുക്കാം, ഐതർ ചെറുതാക്കി കൊടുക്കാം. ഇപ്പൊ ഇത് അടുത്തടുത്ത് ആയതുകൊണ്ടായിരുന്നു നമ്മൾ വിസിബിൾ അല്ലാത്ത, സോ വലുതാക്കി കൊടുക്കുക. സോ എൻ്റർ ചെയ്യുക. സോ കണ്ടോ ഇപ്പൊ പാറ്റേൺ വിസിബിൾ ആണ് നമുക്ക്. ദെൻ ഇത് ക്ലോസ് ചെയ്യുക. ഇനി അഥവാ കളർ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കിത് കളർ ബൈച്ചിന് ലെയറിന്റെ കളർ ചേഞ്ച് ചെയ്യാം. സോ ഓക്കെ, ദെൻ ഡയറക്റ്റ് അപ്ലൈ ആവുന്നതായിരിക്കും. സോ ഈ ബോക്സ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് പാറ്റേൺ കൊടുക്കുന്നത്. പാറ്റേൺ കൊടുക്കുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഹാച്ച് എടുക്കുക. നമ്മൾ ഏത് പോയിന്റ് ആണോ അതിന്റെ ഇന്റേണൽ പോയിന്റ് പിക്ക് ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്നത് ഓൾറെഡി പണ്ട് പ്രീഡിഫൈൻഡ് ആയിട്ട് സെലക്ട് ചെയ്ത സോളിഡ് എന്നുള്ളതാണ്. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈഡ് ഹാച്ചിന്റെ തന്നെ ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ പാറ്റേൺ നെയിമിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ സൈഡ് ക്ലിക്ക് ചെയ്ത് ഡിഫറെന്റ് പാറ്റേണുകൾ വരും. ഇപ്പം നമ്മളിവിടെ ഒരു സാൻഡിന്റെ പാറ്റേൺ ആണ് കൊടുക്കുക. സാൻഡിന്റെ പാറ്റേൺ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇവിടെ ഇപ്പൊ അടുത്തടുത്താണ് വരുന്നത്. സോ ഇതിന്റെ സ്കെയിൽ ഫാക്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു 100 കൊടുത്ത് എൻ്റർ ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ, പാറ്റേൺ വന്നിട്ടുണ്ട്. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ഡിഫറെന്റ് കളറിലേക്ക്, ഒരു സാൻഡ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഗ്രേ കളറിലേക്ക്, അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്ക്, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറിലേക്ക്, അത് കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കളർ വിസിബിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ ചേഞ്ചസ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രിക്ക് അങ്ങനെ എന്തെങ്കിലുമാണ് വേണ്ടതെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു ബ്രിക്ക് വോളൊക്കെയാണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ ഹാച്ചിൽ നമുക്ക് ബ്രിക്ക് വാൾ ഇന്റേണൽ പോയിന്റ് പിക്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റിന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ബ്രിക്ക് വാളിന്റെ പാറ്റേണുകൾ സെലക്ട് ചെയ്യുന്നു. പാറ്റേൺ ഓക്കെ. ദെൻ പാറ്റേൺ സ്കെയിൽ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു 100 തന്നെ കൊടുക്കുന്നു. സോ ബ്രിക്ക് വാളിന്റെ പാറ്റേൺ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഡിഫറെന്റ് ഹാച്ചസ് കൊടുക്കുക. പിന്നെ ഹാച്ച് പോലെ തന്നെയാണ് നമുക്ക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് ആണ്, ഡിഫറെന്റ് കളർ ചേഞ്ച് ആണ്. സോ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഹാച്ചിന്റെ താഴെ കാണുന്നതാണ് ഗ്രേഡിയന്റ് പിക്ക് ചെയ്താലും നമുക്ക് ഇന്റേണൽ പോയിന്റ് തന്നെയാണ് പിക്ക് ചെയ്യേണ്ടത്. ഇതൊരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ അപ്ലൈ ആവുകയുള്ളൂ. സോ ഇവിടെ നേരത്തെ കൊടുത്തു വെച്ചിരിക്കുന്ന യെല്ലോ ടു ഗ്രീൻ ആയിട്ട് ബ്ലൂയിലേന്ന് യെല്ലോയിലേക്കുള്ള ലൈറ്റ് ട്രാൻസിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ, ഫസ്റ്റ് കളറിന്റെ സെക്കൻഡ് കളറിന്റെ ഈ 2 കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ കളർ യെല്ലോ ആക്കി, യെല്ലോ ടു യെല്ലോ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. യെല്ലോ ടു ദെൻ സയൺ അങ്ങനെ 2 കളർ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ രീതിയിൽ നമുക്ക് ഏതെങ്കിലും കൊടുക്കാം. സോ പാറ്റേൺ കൊടുക്കണമെങ്കിൽ ഹാച്ചും, കളർ ഗ്രേഡിയന്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഗ്രേഡിയന്റ് എന്നുള്ള ഓപ്ഷനും യൂസ് ചെയ്യാം. ഒന്നുകൂടി പറയാം, ഗ്രേഡിയന്റ് നമുക്ക് പിക്ക് ചെയ്യുക. ഗ്രേഡിയന്റ് എന്നുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യുക, ഒബ്ജക്റ്റിന്റെ ഇന്റേണൽ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഓൾറെഡി ഇപ്പോൾ നേരത്തെ കൊടുത്ത 2 കളർ കോമ്പിനേഷൻ ആണുള്ളത്. ഡ്രോ ടൂൾ ബാറിലെ മറ്റൊരു കമാൻഡ് ആണ് റീജിയൻ എന്നുള്ളത്. കൺവേർട്ട് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് എൻക്ലോസസ് ആൻ ഏരിയ ഇൻ ടു എ റീജിയണൽ ഒബ്ജക്റ്റ്. ഒരു റീജിയൻ ഒബ്ജക്റ്റ് ആയിട്ട് ഒരു ടോട്ടൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റീജിയൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യാത്ത ഒരു ഓപ്ഷനാണ്. സോ അതിൻ്റെ താഴെയുള്ള കമാൻഡാണ് ടേബിൾ. ഒരു എംപ്റ്റി ആയിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുന്ന ബോക്സ് കിട്ടും. ഇതിൽ നമുക്കത് ടേബിളിന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, ഇൻസേർട്ട് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാം, ഇൻസേർഷൻ ബിഹേവിയർ, ഏത് സ്പെസിഫൈ ഇൻസേർഷൻ പോയിന്റ് ആയോ അല്ലെങ്കിൽ സ്പെസിഫൈ വിൻഡോ, ഈ 2 രീതിയിൽ ഇൻസേർഷൻ ചെയ്യാം. അതുപോലെ നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ്, കോളം വിഡ്ത്ത്, റോ ഹൈറ്റ് എന്നിവ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള, അതുപോലെ തന്നെ ടൈറ്റിൽ, ഹെഡർ, ഡാറ്റ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ സെല്ലിൻ്റെയും സ്റ്റൈല് മാറ്റി കൊടുക്കുന്നതിനും പ്രിവ്യൂ, ഇത്രയും ഓപ്ഷൻസ് ഇൻസേർഷൻ ടേബിളിൽ കൊടുക്കാം. നമ്മളിപ്പോൾ 5 കോളംസും 9 റോസും ഉള്ള ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേഴ്സറിന്റെ ഒന്നിച്ച് തന്നെ നമുക്കൊരു ടേബിൾ ഉണ്ട്. അതിനെ സൂം ചെയ്ത് നോക്കാം.
ടേബിൾ വന്നിട്ടുണ്ട്. സോ ടേബിളിനെ നമുക്ക് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ച് തന്നെ ടൈപ്പിംഗ് ഓപ്ഷൻസും വരുന്നുണ്ട്. സോ അതിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ എൻ്റർ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് സെല്ലിലേക്ക് പോകും. ഓരോ താഴെയുള്ള സെല്ലിലേക്ക് പോകും. ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡാറ്റാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ എക്സലിൽ ചെയ്യുന്ന പോലെ എല്ലാ മോഡിഫിക്കേഷനും ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. റോ ഹൈറ്റ് ചേഞ്ച് ചെയ്യാം, റോ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, സ്കെയിൽ ചെയ്യാം. ദെൻ ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാം, എല്ലാം ചെയ്യാം. ദെൻ അടുത്തതാണ് വരുന്നതാണ് മൾട്ടിപ്പിൾ ടെക്സ്റ്റ്, എം ടെക്സ്റ്റ്. അതായത് മൾട്ടിപ്പിൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് നമുക്ക് സ്പെസിഫൈ ആയി എന്തെങ്കിലും ഇപ്പോൾ പ്ലാനൊക്കെ വരച്ചിട്ടാകുന്ന സമയത്ത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അതിൻ്റെ ടോട്ടൽ ഏരിയ, പ്ലിൻ്റ് ഏരിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കാനുണ്ടാവും. ഒരുപാട് എഞ്ചിനീയറിംഗ് നോട്ട്സൊക്കെ എഴുതി ചേർക്കാനുണ്ടാവും. അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ, ഡോറിൻ്റെ സ്പെസിഫിക്കേഷൻ, വിൻഡോൻ്റെ സ്പെസിഫിക്കേഷൻ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടാവും. അതിനാണ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോളം എവിടെയെങ്കിലും പിക്ക് ചെയ്ത് ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ടെക്സ്റ്റിൻ്റെ കോളം വരുന്നതായിരിക്കും. സോ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഏതെങ്കിലും ടൈപ്പ് ചെയ്ത് സാധാരണ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. ഈ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, അതുപോലെ സ്കെയിൽ ചേഞ്ച് ചെയ്യാം. സ്കെയില് ഒരു 30 ആക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ടൈപ്പ് ടൈംസിനോ അതിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കമാൻഡുകളും ഉണ്ട്. ദെൻ അതിൻ്റെ അലൈൻമെൻറ്റ്, പാരഗ്രാഫ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ്, സെൻറ്ററായിട്ട് അലൈൻമെൻറ്റ്, അങ്ങനെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് എം ടെക്സ്റ്റിലുള്ളത്. എ എന്ന് പറയുന്ന ഈ ഡ്രോ ടൂൾ ബാറിലെ ലാസ്റ്റ് കമാൻഡാണ് ആഡ് സെലക്റ്റഡ്. ആഡ് സെലക്റ്റഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫിഗർ ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫിഗർ വരച്ചിരിക്കുന്ന ഏതൊക്കെ കമാൻഡുകളാണെന്ന് കാണിക്കും. സർക്കിൾ ഓർ ഹാച്ച്, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സർക്കിൾ ഓർ ഹാച്ച് അല്ലെങ്കിൽ ഗ്രേഡിയൻ, ഇത് രണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഏത് കമാൻഡാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരക്കേണ്ടത്, ആ കമാൻഡ് നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഓപ്ഷൻ, സർക്കിൾ വരക്കാനുള്ള വീണ്ടും ഓപ്ഷൻസ് വരും. സെൻറ്റർ പോയിന്റ് പിക്ക് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. അതേപോലെ തന്നെ എലിപ്സ്, ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് സെലക്റ്റഡ് പിക്ക് ചെയ്യുന്നു, ഈ ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്താൽ ഇവിടെ എലിപ്സും ഹാച്ചും ആണുള്ളത്. എലിപ്സ് ക്ലിക്ക് ചെയ്യുന്നു. സോ എലിപ്സ് ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ എലിപ്സിന്റെ ഓപ്ഷൻസ് വരും. എലിപ്സ് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയുമാണ് നമ്മുടെ ഡ്രോ കമാൻഡിലെ മെയിൻ ആയിട്ടുള്ള, ഡ്രോ ടൂൾ ബാറിലെ മെയിൻ ആയിട്ടുള്ള കമാൻഡുകൾ. ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ, പോളി ലൈൻ, പോളിഗൺ, റെക്ടാങ്കിൾ, ആർക്ക്, സർക്കിൾ, റെഫ് ക്ലൗഡ്, സ്പ്ലൈൻ, എലിപ്സ്, എലിപ്റ്റിക്കൽ ആർക്ക്, ഇൻസേർട്ട് ബ്ലോക്ക്, മേക്ക് ബ്ലോക്ക്, പോയിന്റ്, ഹാച്ച്, ഗ്രേഡിയൻ, റീജിയൻ, ടേബിൾ, മൾട്ടി ടെക്സ്റ്റ്, എം ടെക്സ്റ്റ് ആൻഡ് ആഡ് സെലക്റ്റഡ്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് മോഡിഫൈഡ് ടൂൾ ബാറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡുകളെ കുറിച്ചാണ്. മോഡിഫൈയിങ് ടൂൾ ബാറിലെ ഫസ്റ്റ് കമാൻഡാണ് എറേസ് എന്നുള്ളത്. ഐദർ ടൂൾ ബാറിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ മെയിൻ മെനുവിലെ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറേസ് എന്നുള്ള കമാൻഡ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എറേസിൻ്റെ ഷോർട്ട് കീ ഇ എൻ്റർ ചെയ്യുക. ഇപ്പം നമ്മൾ മെയിൻ മെനുവിൽ നിന്ന് മോഡിഫൈ നിന്ന് എറേസ് എന്ന് എടുത്തിട്ടുണ്ട്. സോ വരുന്നത് സെലക്ട് ഒബ്ജക്റ്റ്, ഏതൊക്കെ ഒബ്ജക്റ്റ് ആണ് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇത്രയും പോയിന്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണം, ഇത്രയും ഫിഗേഴ്സ് നമുക്ക്, ഇത്രയും പാർട്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക, അത്രയും പോർഷൻസ് ഡിലീറ്റ് ആയി പോകും. സോ എറേസിൻ്റെ ഷോർട്ട് കീ ആണ് ഇ എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ ആണ് കോപ്പി. ഒരു ഒബ്ജക്റ്റിനെ സ്പെസിഫൈഡ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഡയറക്ഷനിൽ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ നമുക്ക് കോപ്പി എന്നുള്ള ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കീ ആണ് CP അല്ലെങ്കിൽ CO എന്നുള്ളത്. സോ വരുന്നത് സെലക്ട് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. കംപ്ലീറ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എൻ്റർ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്താൽ സ്പെസിഫൈ ദി ബേസ് പോയിന്റ് എന്നാണ് ചോദിക്കുന്നത്. സോ കോപ്പി ചെയ്യുന്ന ബേസ് പോയിന്റ് ഏതാണോ ആ പോയിന്റിനെ പിക്ക് ചെയ്യുക. ദെൻ നമുക്കിപ്പോൾ ഓർത്തോ മോഡ് ഓണിലാണുള്ളത്, അതുകൊണ്ട് നമുക്ക് ഹൊറിസോണ്ടലായും അല്ലെങ്കിൽ വേർട്ടിക്കലായും മാത്രമേ ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യാൻ കഴിയൂ. F8 ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഓർത്തോ മോഡ് ഓഫ് ആക്കിയാൽ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും കോപ്പി ചെയ്ത് വെക്കാവുന്നതാണ്. സോ കോപ്പിയുടെ ഷോർട്ട് കീ ആണ് CP അല്ലെങ്കിൽ CO എന്നുള്ളത്. ഒരു ഒബ്ജക്റ്റിനെ ഏതൊരു ഡയറക്ഷനിലേക്കും ഏതൊരു സ്പെസിഫൈഡ് ഡിസ്റ്റൻസിലേക്കും കംപ്ലീറ്റ്
പ്രോപ്പർട്ടി ഒന്നും ചേഞ്ച് ചെയ്യാതെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴെ കാണുന്നതാണ് മിറർ. മിറർ എന്ന് പറയുന്നത് മിറർ വ്യൂ, വെർട്ടിക്കലായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് അതിൻ്റെ മിറർ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിറർ യൂസ് ചെയ്യുന്നത്. മിററിൻ്റെ ഷോർട്ട് കീ ആണ് MI എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിറർ വരും, അല്ലെങ്കിൽ മെയിൻ മെനുവിൽ മോഡിഫൈയിൽ മിറർ എടുക്കാം. എടുത്തു കഴിഞ്ഞ് വരുന്നത് സെലക്ട് ഒബ്ജക്റ്റ് എന്നാണ്. സോ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫൈ ദ ഫസ്റ്റ് മിറർ ലൈൻ, നമുക്ക് ഒരു മിറർ ലൈൻ കൊടുക്കണം. ആ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മിറർ വ്യൂ കിട്ടുന്നത്. സോ ഇപ്പോൾ F8 ഓൺ ആയതുകൊണ്ട് ഏതൊരു ഡയറക്ഷനിലേക്ക് നമുക്ക് മിറർ വ്യൂ കൊടുക്കാം. ലൈൻ പിക്ക് ചെയ്ത് ആ ഡയറക്ഷന് നമുക്ക് മിറർ വ്യൂ കൊടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഓർത്തോ മോഡ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടാണ് ഉള്ളതെങ്കിൽ നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണലും, അതായത് ലൈൻ ഹൊറിസോണലും വെർട്ടിക്കലും മാത്രമേ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ മിറർ എടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ലൈൻ എന്നുള്ളത് ഹൊറിസോണ്ടൽ F8 പ്രസ് ചെയ്യുക. ഓർത്തോ ഓൺ ആണെങ്കിൽ വെർട്ടിക്കലായിട്ട് കൊടുക്കാം. മിറർ കമാൻഡ് ഒന്നുകൂടി നോക്കാം. നമുക്ക് വീണ്ടും ഈ ഒരു 2 ഒബ്ജക്റ്റിനും കൂടി മിറർ ചെയ്യണമെങ്കിൽ ഇതിന് നമുക്ക് മിറർ MI അതർ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ മിറർ കമാൻഡ് എടുക്കുക, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഫസ്റ്റ് ലൈൻ മിറർ ലൈന് കാണിച്ചു കൊടുക്കുക, വീണ്ടും എൻ്റർ ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് എത്ര മിറർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഈ 4 ഫിഗറിനെ വീണ്ടും മിറർ ചെയ്യണമെങ്കിൽ 4 ഫിഗറിനെ സെലക്ട് ചെയ്യുക, മിറർ എടുക്കുക, അതുകൊണ്ട് മിറർ ലൈൻ കൊടുക്കുക, മിറർ ലൈൻ സ്പെസിഫൈ ചെയ്യുക, എൻ്റർ ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് മിറർ വ്യൂകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിറർ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന് താഴെയാണ് ഓഫ്സെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഓഫ്സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലാനിങ് വരയ്ക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രിക് അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഇത് ഒരു സർക്കിളാണ്. ഈ സർക്കിളിന് ഒരു കോൺസെൻട്രിക് സർക്കിൾ ഒരു സർട്ടൈൻ ഡിസ്റ്റൻസിൽ വേണമെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് O എൻ്റർ ചെയ്യുക. O എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് സ്പെസിഫൈ ദി ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്നാണ്. സോ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കാണിച്ചു കൊടുക്കണം. ഒരു 50 ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യുന്നു. സോ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് അകത്തേക്കോ പുറത്തേക്കോ, ഇപ്പോൾ വളരെയധികം ഡിസ്റ്റൻസ് ചെറുതായതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. സോ ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതായത് ഓഫ്സെറ്റ് എടുക്കുക, ഓഫ്സെറ്റ് എടുത്തിട്ട് നമുക്ക് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 50 വളരെ ചെറുതാണ്, സോ 200 കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കോൺസെൻട്രിക് ആയിട്ടുള്ള ലൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി നോക്കാം. ഓഫ്സെറ്റ് എടുക്കുക, ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കും, ഒരു 1000 കൊടുക്കാം. 1000 എൻ്റർ ചെയ്യുന്നു. സോ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്യുന്നു, അകത്തേക്കോ പുറത്തേക്കോ ഏത് ഡയറക്ഷനിലേക്കോ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾ ഉണ്ടാകുന്നു. കോൺസെൻട്രേറ്റിക് ആയിട്ടുള്ള ഇവിടെയാണെങ്കിൽ പാരലൽ ലൈൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുക, പാരലായിട്ടുള്ള ലൈൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഇതൊക്കെ ഒരു ടൈംസ് നമുക്ക് ഡിസ്റ്റൻസ് കൊടുത്താൽ എത്ര വേണമെങ്കിലും അതിൻ്റെ പാരലൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ഏതൊരു ലൈനിൻ്റെയും പാരലായിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രിക് ആയിട്ട് നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് കൊടുക്കുന്നത്. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കണം. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആണ് സ്പെസിഫൈ ആയിട്ട് കൊടുക്കേണ്ടത്. പുറത്തേക്കോ അല്ലെങ്കിൽ അകത്തേക്കോ നമുക്ക് കോൺസെൻട്രേറ്റിക് ആയിട്ടുള്ള എത്ര സർക്കിൾ വേണം, ഒരു ടൈംസ് നമുക്ക് ഡിസ്റ്റൻസ് കൊടുത്താൽ എത്ര ടൈംസ് വേണമെങ്കിലും നമുക്ക് കോൺസെൻട്രേറ്റിക് ആയി നമുക്ക് ഫിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ കോൺസെൻട്രേറ്റിക് ആയിട്ടുള്ള സർക്കിൾസ് അല്ലെങ്കിൽ പാരലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലൈൻ ആകുമ്പോൾ അത് പാരലായിട്ട് ലൈനാണ് വരിക. സോ അതിന് വേണ്ടിയിട്ടാണ് ഓഫ്സെറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ മോഡിഫൈങ് ടൂൾ ബാറിലെ ബാക്കിയുള്ള കമാൻഡുകൾ നമുക്ക് നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.